Hello everyone, I am Maima Simon. Welcome to Maima's cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പൈനാപ്പിൾ ജാമാണ്. നമ്മൾ യൂഷ്വലി മിക്കവരും ജാം പുറത്തുനിന്ന് പോയി വാങ്ങിക്കുക. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഹെൽത്തിയർ വേർഷനായിട്ടൊന്ന് ചെയ്യാൻ പറ്റും. അപ്പം അതിനായിട്ട് ഞാൻ പാൻ ഹീറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ടാണ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ജാം ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഒരു പൈനാപ്പിൾ എടുത്തേക്കുന്നത്, ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ, ഏകദേശം 1 കിലോയോളം ഉള്ള പൈനാപ്പിൾ. അത് മിക്സിയിലിട്ട് എൻ്റെ നടുക്കത്തെ ഇത് മാത്രം കളഞ്ഞ് ഫ്രൂട്ട് മാത്രമായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തു. ഓക്കെ, പ്യൂറി ചെയ്തപ്പോൾ എനിക്ക് 2 കപ്പ് പ്യൂറിയാണ് കിട്ടിയിട്ട്. അപ്പോൾ ഫൈൻ സ്മൂത്തായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി തരി ഉണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 കപ്പ് പൈനാപ്പിൾ, ഇത് ജ്യൂസ്. ഇതിലേക്ക് 1.5 കപ്പ് ഷുഗർ. ജാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഷുഗർ വേണം, അതുകൊണ്ട് 1.5 കപ്പ് ഷുഗർ. ഇതെല്ലാം കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ ഈ പഞ്ചസാര അലിഞ്ഞ് അത് തിക്കൻ ചെയ്ത് അങ്ങനെ നമുക്ക് ആ ജാമിൻ്റെ ടെക്സ്ചറായി കിട്ടുന്നത്. ഓക്കെ, അതുവരെ ഇത് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ചെയ്യണം. ആക്ച്വലി ഉണ്ടാക്കാൻ ഒട്ടും പ്രയാസമില്ലാത്തതാണ് ജാം. കറക്റ്റ് പരുവത്തിലെടുക്കണം എന്നേ ഉള്ളൂ. കൂടുതൽ കുക്കായി പോയി കഴിഞ്ഞാൽ ജാം മൊത്തം ക്രിസ്റ്റലൈസ്ഡ് ആയി പോകും. ഒത്തിരി ലൂസാണെങ്കിൽ ജാം പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല പരുവത്തിൽ തന്നെ എടുക്കണം. പഞ്ചസാരയുടെ പരുവം കറക്റ്റ് ആയിരിക്കണം. ഈ ഷുഗർ ഫുൾ ഡിസോൾവ് ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പൂ ചേർത്ത്. എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഈ പൈനാപ്പിൾ ജാം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഗ്രാമ്പൂ ഒക്കെ ചേർത്ത്. ട്രഡീഷണലി ഉണ്ടാക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ആ രീതിയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. അപ്പോൾ വരുന്ന എപ്പിസോഡ്സിൽ നമ്മൾ ഈ ജാം വെച്ചിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജാം റോള് വെച്ചിട്ട് ഡിസേർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, വീണ്ടും മുമ്പോട്ടുള്ള എപ്പിസോഡ്സിൽ നമുക്കിത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ജാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ സിമ്പിളാണ്. ഇത്രയും പെട്ടെന്ന് നമുക്ക് ജാം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ജാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് ഈ സ്പൂണിൽ നിന്ന് ശകലെടുത്ത് കയ്യിൽ ചൂടാറിയ ശേഷം ഒന്ന് തൊട്ട് നോക്കുക. ശേഷം നൂല് പോലെ ആകുന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളൊരു പാത്രം ഫ്രിഡ്ജിൽ വെക്കുക, കൂളാക്കി എടുക്കുക. ഓക്കെ, കൂളാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് ചൂട് ജാം ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിക്കുക. അതിങ്ങനെ ഒലിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, ചരിച്ച് പിടിച്ചിട്ട് അങ്ങനെ ഒഴുകി പോകുന്നില്ല എങ്കിൽ അത് പരുവായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സെറ്റാവും. ചൂടാറി കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും എന്നുള്ളതാണ് അതിൻ്റെ പരുവ്. അപ്പോൾ ഇത് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചൂടോടെ തന്നെ ബോട്ടിലേക്ക് മാറ്റുക. ചൂടാറിയിട്ട് ചെയ്യത്തില്ല, ചൂടോടെ തന്നെ ഈ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിവിടെ ജാം ഇടാനായിട്ട് ഈ ഒരു ബോട്ടിൽ എടുത്തേക്കുവാണ്. ജാം ഒഴിക്കുമ്പോൾ എപ്പോഴും ജാം നമ്മൾ കുപ്പിയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചാൽ കുപ്പി പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു വുഡൻ സർഫസിൽ ബോട്ടിൽ വെക്കുക. അതിനകത്തേക്ക് ഒരു സ്പൂൺ ഇടുക, സ്റ്റീലിൻ്റെ ഒരു എന്തെങ്കിലും മെറ്റൽ ഇടുക. ഓക്കെ, പൊട്ടാതിരിക്കാനായിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുള്ള കേട്ടോ. അപ്പം ആ രീതി തന്നെ ഞാനും ഫോളോ ചെയ്യാറ്. ഇതിലേക്ക് ഒഴിക്കുക. ഇത് ഫുൾ ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ജാമിൻ്റെ കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. വൺസ് ബോട്ടിലിൽ നിന്ന് നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പൂൺ എടുത്ത് മാറ്റാം. തടിയുടെ പുറത്ത് തന്നെ അതിരിക്കട്ടെ, കൂളാകുന്ന വരെ തടിയുടെ പുറത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ജാം ഈ ബോട്ടിലാക്കി. ഇത് ഏകദേശം ഒരു 500 ml ഉണ്ട് കേട്ടോ, 1/2 ലിറ്റർ ഉണ്ട് ജാം. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് പ്രിസർവേറ്റീവും കളറും എസൻസും ഒക്കെ ചെയ്തു. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു ഹെൽത്തി വേയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ പുറത്ത് വെക്കും. റൂം ടെമ്പറേച്ചറിലാണ് 2 ആഴ്ചയൊക്കെ ഇരിക്കത്തുള്ളൂ. ഫ്രിഡ്ജിലാണെങ്കിൽ 3-4 മാസമൊക്കെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് കാണാം. Children, take care. Bye-bye.